ഏറ്റവും പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അക്യുപഞ്ചർ ചികിത്സ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ചികിത്സയുടെ റിസൾട്ട് ഈ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കാരണം അക്യുപഞ്ചർ ചികിത്സയിൽ മരുന്നുകളൊന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഒരു രോഗശമനമല്ല അക്യുപഞ്ചർ ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം അത് തിരിച്ചു കിട്ടി നിങ്ങളുടെ രോഗം മാറുക എന്നുള്ളതാണ് അക്യുപഞ്ചർ ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വരുന്ന രോഗികൾ നിർബന്ധമായിട്ടും പാലിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് കൃത്യമായിട്ട് പാലിക്കുമ്പോഴാണ് നിങ്ങളുടെ രോഗം പൂർണ്ണമായിട്ടും സുഖപ്പെടുക. കാരണം ഇത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് നിർദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഇന്ന് രോഗമുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ തെറ്റായ ഭക്ഷണശീലമാണ്. ഇത് നിങ്ങൾ സമ്മതിക്കുന്ന കാര്യമാണ്. ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള രീതിയിലായിരിക്കില്ല ചിലപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾ അക്യുപഞ്ചർ ചികിത്സയെക്കുറിച്ചും അതിൻ്റെ ഭക്ഷണ രീതിയെക്കുറിച്ചും പല തെറ്റായ ധാരണകളും നിങ്ങൾക്ക് പലപ്പോഴും ചിലപ്പോൾ ലഭിച്ചിട്ടുണ്ടാകും. എന്നാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം, അക്യുപഞ്ചറിൽ പഥ്യങ്ങളില്ല. നിങ്ങൾക്ക് ഏത് ഭക്ഷണവും കഴിക്കാം, നിങ്ങൾക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ. ഇതാദ്യമായിട്ട് മനസ്സിലാക്കുക. ഏത് ഭക്ഷണവും കഴിക്കാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്, അത് ഭക്ഷണമായിരിക്കണം. ഭക്ഷണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശപ്പിനെ ശമിപ്പിക്കുന്ന, രുചികരമായിട്ടുള്ള, നിങ്ങളുടെ ശരീരത്തിന് ഗുണം നൽകുന്ന വസ്തുക്കളെയാണ് ഭക്ഷണമെന്ന് പറയാം. അപ്പോൾ ഈ 3 നിബന്ധനകളും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഭക്ഷണത്തിൽ. ഒന്ന്, നിങ്ങളെ വിശപ്പിനെ ശമിപ്പിക്കുന്നതായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിന് ഗുണകരമായതായിരിക്കണം. മൂന്നാമത്, രുചികരമായിരിക്കണം. നാലാമത്തെ ഒരു കാര്യം കൂടിയും, നിങ്ങളുടെ അധ്വാനം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിക്കൽ അനുവദനീയമായിട്ടുള്ള ഭക്ഷണമായിരിക്കണം. ഇതാണ് ഭക്ഷണത്തിലെ നിബന്ധനയുള്ളൂ. അതല്ലാതെ മുട്ട കഴിക്കരുതെന്നോ അല്ലെങ്കിൽ മാംസം കഴിക്കരുതെന്നോ ഫ്രൂട്ട്സുകൾ കഴിക്കരുതെന്നോ മധുരം കഴിക്കരുതെന്നോ ഉപ്പ് കഴിക്കരുതെന്നോ പഞ്ചസാര കഴിക്കരുതെന്നോ ഇതൊന്നും ഇതിൽ പറയാറില്ല. മറിച്ച് ശരീരത്തിന് നല്ലതായിട്ടുള്ള ഗുണകരമായിട്ടുള്ള ഏതു ഭക്ഷണവും, രുചികരമായിട്ടുള്ള, വിശപ്പിനെ ശമിപ്പിക്കുന്ന, നിങ്ങൾക്ക് അനുവദനീയമായിട്ടുള്ള ഏത് ഭക്ഷണങ്ങളും നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, വിശപ്പ് വേണം. ഭക്ഷണം കഴിക്കണമെങ്കിൽ വിശപ്പ് വേണം. ഇതൊരു പ്രകൃതി നിയമമാണ്. നിങ്ങൾ മൃഗങ്ങളെ ശ്രദ്ധിക്കൂ. കാട്ടിലെ ജീവികൾ, അത് സിംഹമാവട്ടെ, പുലിയാവട്ടെ, കടുവയാകട്ടെ, മറ്റേതു ജീവികളാവട്ടെ, അവർക്ക് വിശക്കുമ്പോൾ മാത്രമാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. ഇതൊരു പ്രകൃതി നിയമമാണ്. ഇത് അക്യുപങ്ക്ചറിൻ്റേതായിട്ടുള്ള പ്രത്യേക നിയമമൊന്നുമല്ല. ഇതൊരു മനുഷ്യൻ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, വിശപ്പ് ശമിക്കുന്നതുവരെ മാത്രം. ഒരിക്കലും അമിതമായി ഭക്ഷണം കഴിക്കരുത്. ഇത് പ്രത്യേകമായിട്ട് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓരോ രോഗിയും അക്യുപഞ്ചർ ചികിത്സ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ രോഗം പൂർണ്ണമായിട്ട് മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ശിഷ്ടകാലം ആരോഗ്യത്തോടു കൂടി ജീവിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ നിബന്ധനകൾ ഒത്തിണങ്ങിയ ഭക്ഷണമായിരിക്കുക. വിശപ്പ് ശമിച്ചാൽ ഭക്ഷണം അവസാനിക്കുക. വയറ് നിറയുന്നത് വരെ അല്ലെങ്കിൽ പാത്രത്തിലുള്ളത് തീരുന്നത് വരെ. ഇനി ഭക്ഷണം വേസ്റ്റാകുമെന്ന് കരുതിയിട്ട് അമിതമായിട്ട് ആ ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നത് നിങ്ങളെ മഹാരോഗികളാക്കി മാറ്റും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. രണ്ടാമത്, വ്യത്യസ്ത ഭക്ഷണങ്ങൾ കഴിക്കുക. ഒരേ രീതിയിലുള്ള ഭക്ഷണം തന്നെ കഴിക്കുന്ന സ്വഭാവമാണ് ഇന്ന് നമുക്കുള്ളത്. നിങ്ങൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണം എന്നെടുത്ത് നോക്കൂ. രാവിലത്തെ ഭക്ഷണങ്ങൾ എന്തായിരിക്കും? പത്തിരി, ദോശ, പുട്ട്, നമ്മുടെ ഒരു ഓർഡിനറി ഫുഡുകൾ എല്ലാ വീട്ടുകളിലും ഇതേ രീതിയിലുള്ള ഭക്ഷണമായിരിക്കും. ഇനി ഉച്ചക്കത്തെ ഭക്ഷണമോ, പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഉച്ചക്കത്തെ ഭക്ഷണമോ, അതും ചോറ് എല്ലാവരുടെ വീട്ടിലും. ഇപ്പോൾ നെയ്ച്ചോറാവാം, ബിരിയാണി ആവാം, അല്ലെങ്കിൽ വ്യത്യസ്ത റൈസുകളാവാം, എല്ലാം അരി കൊണ്ട്. ഇനി ഈവനിങ്ങിലുള്ള, രാത്രിയിലുള്ള ഭക്ഷണമായാലോ, അതും അരി ഭക്ഷണം. അപ്പോൾ എല്ലാ സമയത്തും ഒരേ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം ഒന്ന് മാറ്റിയിട്ട് ഈ പ്രകൃതിയിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭവങ്ങളെല്ലാം നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്, നമുക്ക് കഴിക്കാനുള്ളതാണ്. ഭക്ഷണം നന്നായിട്ട് കഴിക്കണം, നല്ല രീതിയിൽ കഴിക്കണം, രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം, വ്യത്യസ്ത ഭക്ഷണങ്ങൾ കഴിക്കണം. അതുകൊണ്ട് മാംസങ്ങൾ നിങ്ങൾ കഴിക്കൂ, മത്സ്യം നിങ്ങൾ കഴിക്കൂ, മുട്ട കഴിക്കൂ,
ധാന്യങ്ങൾ, അരിയും ഗോതമ്പും റവയും രാഗിയും തിനയും ചാമയും അതൊക്കെ നിങ്ങൾക്ക് കഴിക്കാനുള്ളതാണ്. അതേപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ, കടലവർഗ്ഗങ്ങൾ ഇത് നിങ്ങൾക്ക് കഴിക്കാനുള്ളതാണ്. പഴങ്ങൾ ഏറ്റവും നല്ല ഭക്ഷണമാണ്. ഫ്രൂട്ട്സുകൾ അതിനെ ഭക്ഷണമായിട്ട് ചിലർ പരിഗണിക്കുന്നില്ല. അത് ഏറ്റവും നല്ല ഫുഡാണ്. ഏറ്റവും നല്ല പ്രകൃതി തന്നെ നമുക്ക് പാചകം ചെയ്ത് തരുന്ന ഭക്ഷണമാണ് ഫ്രൂട്ട്സുകൾ. അതുപോലെ തന്നെ വ്യത്യസ്ത പച്ചക്കറികൾ, വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഇലക്കറികൾ, ഇതേപോലെ തന്നെ കൂണും കരിമ്പും ഇളനീരും നട്ട്സുകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള നട്ട്സുകൾ, ഇവയെല്ലാം നമ്മളുടെ ഭക്ഷണങ്ങളാണ്. ഇതെല്ലാം നമുക്ക് കഴിക്കണം. വെറും അരിഭക്ഷണം മാത്രം കഴിക്കാതിരിക്കുക. ഇതിന് പ്രത്യേകം നിങ്ങളൊരു ശ്രദ്ധ വേണം. വ്യത്യസ്ത ഭക്ഷണങ്ങൾ രാവിലെ കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെ ഉച്ചയ്ക്ക് കഴിക്കണ്ട. ഇനി ഉച്ചക്കുണ്ടാക്കുന്ന അതേ ചോറും കറിയും തന്നെ രാത്രി കഴിക്കണ്ട. ലഞ്ചിന് ഉച്ചഭക്ഷണം വേറൊന്നും, രാത്രി ഭക്ഷണം വേറൊന്നും ആക്കി മാറ്റുക. ഇങ്ങനെ പ്രധാനമായിട്ടും വിശപ്പിനനുസരിച്ച് വ്യത്യസ്ത ഭക്ഷണങ്ങൾ കഴിക്കുക. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഗ്രെയിൻസ് അഥവാ ധാന്യങ്ങൾ, അതിൽ നിർബന്ധമായിട്ടും കുറവ് വരുത്തുക. വളരെ കുറഞ്ഞ അരിഭക്ഷണം മതി. കാരണം ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൂടുതലായിട്ട് അധ്വാനമില്ലാത്ത ഒരു ലൈഫ് സ്റ്റൈലാണ്, ഒരു ജീവിത രീതിയാണ്. കൂടുതലായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നില്ല, അധ്വാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അരിഭക്ഷണം അമിതമായിട്ട് കഴിച്ച് നമ്മളുടെ ശരീരം കൂടുതൽ അധ്വാനിക്കാതിരിക്കുമ്പോൾ അത് ഫാറ്റ് നമ്മളുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ആവാൻ അത് കാരണമാവുന്നുണ്ട്. അമിതവണ്ണത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം അമിതമായിട്ടുള്ള അരിഭക്ഷണമാണ്. അതും പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക, തവിടുള്ള ഓൾഡ് റൈസാണ് ഭക്ഷണമായിട്ട് ഉപയോഗിക്കേണ്ടത്. തവിടുള്ള ഭക്ഷണം ഇന്ന് കിട്ടാനില്ല. നമുക്ക് കടകളിൽ നിന്ന്, ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്നതൊക്കെ മട്ട എന്ന പേരിൽ അറിയപ്പെടുന്നതും ശരിക്കും തവിടുള്ള ഭക്ഷണമല്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള തവിടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പ്രത്യേകിച്ച് ജീവിതശൈലി രോഗികൾ, പ്രമേഹ രോഗികൾ, മറ്റ് ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗമുള്ള ആളുകൾ, അമിതമായിട്ടുള്ള വണ്ണമുള്ള ആളുകൾ, കൊളസ്ട്രോളുള്ള ആളുകൾ, ശരീരം വേദനകളുള്ള ആളുകൾ, വാതസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ആസ്തമ അലർജിയുള്ള ആളുകൾ, ഇവരൊക്കെ നിർബന്ധമായിട്ടും ഈ ധാന്യങ്ങൾ, പൂർണ്ണമായിട്ടുള്ള ധാന്യങ്ങളിലേക്ക്, തവിടുള്ള ധാന്യങ്ങളിലേക്ക് മാറാൻ ശ്രമിക്കുക. അപ്പോൾ അരിഭക്ഷണം കുറയ്ക്കുക. ഇനി കഴിക്കുന്നത് തന്നെ തവിടുള്ള ഭക്ഷണമാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ, രാവിലത്തെ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതും തവിടുള്ള അരിയുടെ പൊടി കൊണ്ടുള്ളതാവാൻ ശ്രദ്ധിക്കുക. ഇതാണ് ഭക്ഷണത്തിൽ വരുത്തേണ്ട ഒരു മാറ്റം. അതേപോലെ തന്നെ ഉച്ചഭക്ഷണത്തിൽ റൈസിൻ്റെ, അരിയുടെ അളവ് കുറച്ചിട്ട് പച്ചക്കറികളും മറ്റ് മത്സ്യം, മാംസം ഇങ്ങനെയുള്ളതെല്ലാം കൂടുതലാക്കുക. മത്സ്യം, മാംസമൊന്നും ഒരുമിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലുമൊക്കെ കഴിച്ചാൽ മതി പ്രോട്ടീൻ്റെ ആവശ്യത്തിന് വേണ്ടി. മുട്ട കഴിക്കാം, മത്സ്യമാവാം, മാംസമാവാം. അപ്പോൾ ഇത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യത്യസ്ത ഭക്ഷണങ്ങളായിരിക്കാം. പ്രത്യേകിച്ചും രാത്രി വേവിക്കാത്ത ഭക്ഷണങ്ങളാണ് ഏറ്റവും നല്ലത്. അത് ഫ്രൂട്ട്സുകളാവാം, നട്ട്സുകളാവാം, സാലഡുകളാവാം. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് ഏറ്റവും നല്ലത്. ഉച്ചയ്ക്ക് നിങ്ങൾ ചോറ് കഴിച്ചോളൂ. രാവിലെ പയറോ കടലയോ മുട്ടയോ അങ്ങനെയുള്ള ഭക്ഷണങ്ങളാവാം. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാം, വ്യത്യസ്ത പച്ചക്കറികളും മത്സ്യമോ ഒക്കെ കൂട്ടിയിട്ട്. ഇനി രാത്രിയിലെ നട്ട്സുകളോ സാലഡുകളോ ഫ്രൂട്ട്സുകളോ, ഇതാണ് ഏറ്റവും നല്ലൊരു രീതി. ഇനി ഇതിനിടയിൽ എപ്പോഴെങ്കിലും വിശപ്പുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കാം. പഴത്തിൻ്റെ ചാറ്, കൂടുതൽ പഞ്ചസാര പാലൊന്നും ചേർക്കാത്ത രീതിയിൽ ഫ്രഷ് ജ്യൂസുകൾ കഴിക്കാം. ഇതാണ് ഏറ്റവും നല്ലത്. ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് രാത്രിയിലെ ഭക്ഷണം, വളരെ നേരത്തെ ഭക്ഷണം കഴിക്കുക. ഇത് എല്ലാവരും നിരന്തരമായിട്ട് പറയുന്ന കാര്യമാണ്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പാലിക്കുക. രാത്രി ഭക്ഷണം 7 മണിയോടെ എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഉടനെ തന്നെ രാത്രിയിലെ ഭക്ഷണം കഴിക്കുക. സൂര്യൻ അസ്തമിച്ച ഉടനെ വല്ലാതെ വൈകരുത്. ഉറങ്ങാൻ സമയത്തൊരിക്കലും ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇനി അഥവാ ഞാൻ നേരത്തെ പറഞ്ഞു, രാത്രിയിലെ ഏറ്റവും നല്ലത് ഫ്രൂട്ട്സുകളാണ്, നട്ട്സുകളാണ്, സാലഡുകളാണ്. ഇത് കഴിക്കേണ്ടത് ഈ പറയപ്പെട്ട സമയത്താണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ കുറച്ച് അല്പം വൈകിയാൽ അപ്പോഴും കഴിക്കേണ്ടത് ഫ്രൂട്ട്സുകൾ തന്നെയാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. വൈകി ഒരിക്കലും ഭക്ഷണം കഴിക്കരുത്. എന്തെങ്കിലും കാരണത്താൽ അങ്ങനെ വന്നാൽ ഫ്രൂട്ട്സുകൾ മാത്രം കഴിക്കുക. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ചുണ്ട് പൂട്ടിയിട്ട്, ചവച്ചരച്ചിട്ട്, ഉമിനീര് മിക്സ് ചെയ്തിട്ട്, ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധിച്ചിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. നിന്നുകൊണ്ട് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാതെ TV ശ്രദ്ധിച്ചിട്ട്, മൊബൈൽ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ട്, മറ്റുള്ള ആളുകളോട് സംസാരിച്ചുകൊണ്ട്, മറ്റെന്തെങ്കിലും ചിന്തയിൽ മുഴുകിക്കൊണ്ട് ഒരിക്കലും ഭക്ഷണം കഴിക്കരുത്. ഭക്ഷണത്തെ ബഹുമാനിച്ച്, ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ച്, ആ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം കരുതി, എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം, എൻ്റെ ശരീരത്തിൻ്റെ ഉന്മേഷം, എൻ്റെ ശരീരത്തിൻ്റെ നിലനിൽപ്പ്, അതിനു വേണ്ടിയാണ്, രോഗമാറ്റത്തിനാണ് എന്നൊക്കെ കരുതിക്കൊണ്ട്
ആ ദൈവിക നാമത്തിലായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ചവച്ചരച്ച് സാവധാനം ഭക്ഷണം കഴിക്കുക. ഭക്ഷണത്തിനിടയിൽ ഒരിക്കലും വെള്ളം കുടിക്കരുത്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കുടിക്കാതിരിക്കുക. അത്യാവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും തൊണ്ടയിൽ പ്രയാസം വന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുക. അതല്ലാതെ വെള്ളം കുടിക്കരുത്. ഭക്ഷണം സാവധാനം കഴിച്ച് ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ച് ചുണ്ടുപൂട്ടി പരമാവധി ഇരിക്കാൻ കഴിയുന്ന ആളുകൾ കാല് മടക്കി നിലത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. അതല്ലാത്തവർ ഇരുന്നിട്ടെങ്കിലും ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് അരമണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം വെള്ളം കുടിക്കേണ്ടത്. ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും കഴിയണം വെള്ളം കുടിക്കാൻ. ഇനി വെള്ളം കുടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം കുടിക്കുക. രാവിലെ എണീറ്റ ഉടനെ കാലി വയറിൽ വെള്ളം കുടിക്കാതിരിക്കുക. രാവിലെ ഒരു 3 മണിക്ക് നിങ്ങൾ എണീക്കുന്നതാണ് രോഗം മാറാൻ ഏറ്റവും നല്ലത്. ആ സമയത്തിന് പ്രത്യേകതയുണ്ട്. ആ സമയത്ത് പ്രത്യേകമായിട്ടുള്ളൊരു എനർജി നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നേരത്തെ എണീക്കുക. ഇനി 4 മണിക്കാവാം. 5 മണിക്ക് മുമ്പായിട്ട് എന്തു തന്നെയായാലും നിർബന്ധമായിട്ടും അക്യുപഞ്ചർ ചികിത്സക്ക് വരുന്നവരൊക്കെ എണീക്കണം. ആ സമയത്ത് തന്നെ എണീറ്റിട്ട് വേണമെങ്കിൽ ഒരല്പം ഫ്രൂട്ട്സുകൾ, ഏറ്റവും നല്ല ഭക്ഷണമാണ് ഫ്രൂട്ട്സുകൾ. അപ്പോൾ ഉറുമാൻ, അനാർ, അല്ലെങ്കിൽ ഈത്തപ്പഴം, അല്ലെങ്കിൽ അത്തിപ്പഴം, അല്ലെങ്കിൽ നേന്ത്രപ്പഴം, ഇങ്ങനെയുള്ള പഴങ്ങൾ ഏതെങ്കിലും 1-2 വളരെ കുറഞ്ഞത്, അതാണ് രാവിലെ കഴിക്കാൻ ഏറ്റവും നല്ലത്. ചായ കുടിക്കുന്നതിനേക്കാൾ, പച്ചവെള്ളം കുടിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഫ്രൂട്ട്സുകൾ ആദ്യം കഴിക്കുക. അതിന് ശേഷം ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞ് നിങ്ങളൊന്ന് കുളിച്ച് ഒന്ന് വൃത്തിയായി, ഇനി ആരാധനകൾക്കൊക്കെയുള്ള സമയമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ച്. ആ സമയത്ത് പ്രത്യേകം പ്രാർത്ഥനകളുണ്ട്. ഹിന്ദു മതവിശ്വാസികൾക്കും പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. എന്ന് പറഞ്ഞാൽ അവരുടെ വ്യായാമം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പ്രഭാത സമയത്താണ് വ്യായാമത്തിന് ഏറ്റവും നല്ലത്. വ്യായാമം ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം പ്രഭാത സമയമാണ്. അപ്പോൾ ആ സമയത്ത് അതിരാവിലെ തന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായി ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നല്ല ഫ്രഷ് എയറൊക്കെ ഒന്ന് ശ്വസിച്ച് ഒരു അല്പസമയം നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നടക്കുകയോ, ചെറിയ ചെറിയ വ്യായാമങ്ങൾ, ധാരാളമായിട്ടുള്ള വ്യായാമത്തിൻ്റെ വീഡിയോസ് ഞാൻ തന്നെ നിങ്ങൾക്ക് പലപ്പോഴും അയച്ചു തരാറുണ്ട്. അത്തരം വീഡിയോസുകളൊക്കെ കണ്ടിട്ട് അതെല്ലാം ചെയ്യുന്നത് വളരെ നല്ലതാണ് രാവിലെ. ആ സമയത്ത് ഒരിക്കലും ഉറങ്ങാതിരിക്കുക. 5 മണി മുതൽ 7 മണി വരെ ഉറങ്ങാതിരിക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെ. പിന്നീട് നിങ്ങൾക്ക് വിശപ്പ് വരുമ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഭക്ഷണം കഴിച്ചോളൂ. രാവിലത്തെ പ്രധാനപ്പെട്ട ഭക്ഷണം വിശപ്പിന് നോക്കിയിട്ട് കഴിക്കാം. അപ്പോൾ ഈ രീതിയിൽ ആയിരിക്കണം നിങ്ങളുടെ പ്രധാനപ്പെട്ട ജീവിത രീതി. രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കേണ്ട. വെള്ളം നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ ദാഹത്തിനനുസരിച്ച് കുടിക്കുക. കൃത്യമായിട്ട് നിങ്ങൾ ദാഹത്തെ ശ്രദ്ധിക്കണം. ഭക്ഷണത്തിൻ്റെ കൂടെ കുടിക്കേണ്ട, അതിരാവിലെ വെറും വയറ്റിൽ കുടിക്കേണ്ട. അതുപോലെ രാത്രി അമിതമായിട്ട് വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കാം. നമ്മളൊരു 7 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ച് ഒരു 8 മണിക്ക് അല്ലെങ്കിൽ 7:30 മണിക്കൊക്കെ വെള്ളം കുടിക്കുക. ഉറങ്ങാൻ പോകുന്ന സമയത്ത് വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. ദാഹത്തിനനുസരിച്ചേ വെള്ളം കുടിക്കേണ്ടതുള്ളൂ. അപ്പോൾ രാത്രി അമിതമായിട്ട് വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക. അതേപോലെ തന്നെ ഉറക്കത്തിനിടയിൽ എണീറ്റ് വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുത്ത ഉടനെ വെള്ളം കുടിക്കുക. ഇതൊന്നും നല്ല രീതികളല്ല എന്നുള്ളത് മനസ്സിലാക്കുക. മറിച്ച് നിങ്ങൾക്ക് ദാഹം വരുന്ന സമയത്തൊക്കെ ശുദ്ധമായിട്ടുള്ള പച്ചവെള്ളം, അത് ഇരുന്നു കൊണ്ട് സിപ്പായിട്ട് വെള്ളം കുടിക്കുക. ചുണ്ടിൽ തട്ടിച്ചിട്ടാണ് വെള്ളം കുടിക്കേണ്ടത്. ആവശ്യത്തിനനുസരിച്ച് വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കണം. കുപ്പിവെള്ളങ്ങൾ, ബോട്ടിൽ വെള്ളങ്ങൾ വാങ്ങി കുടിക്കാതിരിക്കുക. ശുദ്ധമായിട്ടുള്ള പച്ചവെള്ളം നിങ്ങളെവിടെ പോകുമ്പോഴും നിങ്ങളുടെ കയ്യിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം ഉണ്ടായിരിക്കണം. പുറമേ നിന്ന് വാങ്ങി കുടിക്കുന്ന വെള്ളത്തിലൂടെ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് വെള്ളത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ബോട്ടിൽ വെള്ളങ്ങൾ, കുപ്പിവെള്ളങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഇന്ന് പലതരത്തിലുള്ള ശുദ്ധീകരിച്ച വെള്ളങ്ങൾ, വ്യത്യസ്ത ഉപകരണങ്ങൾ വെച്ചിട്ട് ശുദ്ധീകരിക്കുന്ന പലതരത്തിലുള്ള ഹൈഡ്രോജനിക് വാട്ടറുകൾ, കെങ്കൻ വാട്ടറുകൾ, ഇതൊക്കെ ലഭ്യമാണ്. അപ്പോൾ അത്തരം വെള്ളങ്ങളൊക്കെ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് രോഗികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വെള്ളം കുടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു. ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. രാത്രി ഉറക്കത്തിലൂടെ മാത്രമേ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്ക് എത്താൻ പറ്റൂ. ഉറക്കം വൈകുന്നതിനനുസരിച്ച് നിങ്ങളുടെ രോഗം മാറാൻ താമസമെടുക്കും. ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു ടൈം എന്ന് പറയുന്നത് 7 മണിക്ക് ഭക്ഷണം കഴിഞ്ഞ് ഒരു 9 മണിക്ക് ഉറങ്ങുന്നതാണ്. 10 മണിക്കുള്ളിലെങ്കിലും നിർബന്ധമായിട്ടും രോഗികൾ ഉറങ്ങാൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ രോഗമാറ്റത്തിന് വേണ്ടിയാണ്. നമുക്ക് ധാരാളം ടൈമുകളുണ്ട്. പക്ഷേ രാത്രി സമയം
നമ്മൾ മറ്റ് കാര്യങ്ങൾക്ക് ചെലവഴിക്കാതെ, വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കാതെ, അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കാതെ, മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടാതെ, കളികൾ, പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികളൊക്കെ, യുവാക്കളൊക്കെ രാത്രി ധാരാളം സമയം അവർ വെറുതെ ഇരിക്കാനോ കളിക്കാനോ മറ്റെന്തിനും അവർ തയ്യാറാണ്. മറിച്ച് നേരത്തെ എണീക്കാൻ അവർ തയ്യാറല്ല. എന്തുകൊണ്ടാണ്? ഇതൊരു ശീലമാണ്, ഒരു കൾച്ചർ അങ്ങനായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അറിയുക, ഇത് നിങ്ങളുടെ ആരോഗ്യ തകർച്ചയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കി രാത്രി നേരത്തെ ഉറങ്ങുക. 9 മണിക്ക് ഉറങ്ങാം, 10 മണിക്കുള്ളിൽ നിർബന്ധമായിട്ട് ഉറങ്ങാൻ നിങ്ങൾ ശ്രമിക്കണം. അതുപോലെ തന്നെ അതിരാവിലെ എണീക്കുക, നേരത്തെ പറഞ്ഞ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ വെയിൽ, സൂര്യപ്രകാശം, രാവിലത്തെ വെയിൽ കൊള്ളുന്നത് രോഗമാറ്റത്തിന് നല്ലതാണ്. പ്രത്യേകിച്ച് കാലുമുട്ട് വേദന, മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ ഉള്ള ആളുകൾക്കൊക്കെ, അതുപോലെ ജീവിതശൈലി രോഗികൾക്കൊക്കെ ഒരു 40 മിനിറ്റ് 30 മിനിറ്റെങ്കിലും രാവിലത്തെ 11 മണിക്ക് മുമ്പുള്ള വെയിൽ കൊള്ളുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ രോഗികൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. കുളിക്കേണ്ട സമയം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വേദനകളുള്ള സ്ത്രീകളൊക്കെ അതിരാവിലെ കുളിക്കുക, വെയിൽ ചൂടായതിനു ശേഷം കുളിക്കാതിരിക്കുക. അല്ലെങ്കിൽ പിന്നെ വൈകിട്ട് കുളിക്കാം, സൂര്യൻ അസ്തമിക്കുന്നതോട് അടുത്ത സമയം, അല്ലെങ്കിൽ രാത്രിയിലൊക്കെ നിങ്ങൾ കുളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പുറമെ ഉപയോഗിക്കുന്ന വസ്തുക്കളും, സോപ്പാവട്ടെ, പേസ്റ്റാവട്ടെ, മറ്റ് സൗന്ദര്യ കോസ്മെറ്റിക് വസ്തുക്കളാവട്ടെ, അതെല്ലാം പരമാവധി ഒഴിവാക്കിയിട്ട് നാച്ചുറലായിട്ടുള്ള, ശരീരത്തിന് ഹാംഫുൾ ആവാത്ത സോപ്പുകളും അതുപോലെ തന്നെ പൽപ്പൊടികളും ക്രീമുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പലപ്പോഴും അതെല്ലാം പല അപകടങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. കിഡ്നിയെ വരെ തകർക്കുന്ന ചർമ്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ക്രീമുകളുണ്ട്, പൗഡറുകളുണ്ട്, സൗന്ദര്യ വസ്തുക്കളുണ്ട്. അതെല്ലാം ഉപയോഗിക്കാതിരിക്കുക. നാച്ചുറലായിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ മടങ്ങുക. ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ടും രോഗികൾ ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിലൂടെ, ഞാൻ ഈ നൽകിയ നിർദ്ദേശങ്ങളിലൂടെ നിങ്ങൾ രോഗം മാറുന്നത് വരെ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം, ഇനി ലീവൊക്കെ കുറവുള്ള ആളുകളുണ്ടാവും, അവർക്ക് ഡെയിലി വന്നിട്ട് ചികിത്സിക്കാം. അങ്ങനെ വരുന്ന ധാരാളം ആളുകളുണ്ട്. അതേപോലെ തന്നെ അഡ്മിറ്റായിട്ട് കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് ചികിത്സിക്കാം. ഈ രീതിയിലാണ് നിങ്ങൾ ചികിത്സിക്കേണ്ടത്. നിങ്ങളിവിടെ വന്ന് പോയിക്കൊണ്ട് ചികിത്സിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ടും പാലിക്കണം. ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയും, നിങ്ങളുടെ ഏത് രോഗവും ഏത് പ്രയാസങ്ങളും ഇൻഷാ അല്ലാഹ് അത് സുഖപ്പെടും. അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. ഭക്ഷണം, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിബന്ധനകൾ പാലിക്കണം. വെള്ളത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിബന്ധന പാലിക്കണം. ഉറക്കം, അതേപോലെ തന്നെ വിശ്രമം, ജോലികൾക്കിടയിൽ വിശ്രമിക്കുക. നിരന്തരമായിട്ട് ജോലി ചെയ്യാതിരിക്കുക, അത് അത്യാവശ്യമാണ്. കുറച്ച് സമയം ഇരിക്കുന്ന ആളുകൾ എണീറ്റ് നടക്കണം. അതേപോലെ തന്നെ അടുക്കളയിൽ കുറച്ച് സമയം നിൽക്കുന്ന സമയത്ത് ഇരുന്നു കൊണ്ട് ജോലി ചെയ്യണം. അമിതമായിട്ട് വിശ്രമമില്ലാതെ ജോലി ചെയ്യരുത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വലിയ രോഗങ്ങളിലേക്ക് എത്തിക്കും. അതേപോലെ തന്നെ മാനസിക സന്തോഷങ്ങളുണ്ടാകുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വായന ഇഷ്ടമാണെങ്കിൽ അത് വായിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട മറ്റെന്ത് ഹോബികളാണോ അതിലൊക്കെ നിങ്ങൾ സമയം ചെലവഴിക്കുക. ഇങ്ങനെ കൃത്യമായിട്ടൊരു ജീവിത രീതി നിങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഞാൻ ഈ പറയപ്പെട്ട നിബന്ധനകളൊക്കെ പാലിച്ച് നിങ്ങൾ ചികിത്സിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ രോഗങ്ങളും മാറും. ചില രോഗങ്ങൾ വേഗത്തിൽ മാറും, ചിലത് മാറാൻ കുറച്ച് താമസമിടും. നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടും ഈ ചികിത്സ സ്വീകരിക്കുക. മെല്ലെ മെല്ലെ നിങ്ങളുടെ രോഗമാറ്റം നിങ്ങൾക്കറിയാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകിച്ച് എല്ലാ രോഗികളും ശ്രദ്ധിക്കണമെന്ന് വളരെ വിനയത്തോടെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഓക്കെ.